അപ്പൊ മക്കളെ ബിഗ് ബോസ് സീസൺ 7 പണി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ശബ്ദം വരില്ലേ അപ്പൊ തന്നെ ഞങ്ങൾക്ക് മറ്റേ ലാലേട്ടന്റെ എപ്പിസോഡ് ഷൂട്ടിങ്ങിന് ലാലേട്ടൻ വരുന്നതിന് മുന്നേ സ്ക്രീനിൽ ഇതിങ്ങനെ പ്ലേ ചെയ്യും. ആ ന്യൂസ്റ്റ് ഭയങ്കരമായിട്ട് അതെ ഞാൻ പോയ സമയത്ത് ഇന്ന പൊസിഷന് കയറി ഇരുന്നിട്ട് വാഴയാക്കിയ ഓക്കെ അപ്പൊ അത് വെക്കട്ടെ. സീസൺ 7 ആദ്യം തന്നെ ലാലേട്ടൻ വീട് കാണിക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങളും പിന്നെ ഇപ്പൊ ലൈവിന്റെ കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ ഒരു ദിവസം 1-2 വീഡിയോ അല്ലെ, അതിലും കൂടുതൽ നമ്മൾ ഇട്ട് വെറുപ്പിക്കുന്നില്ല. 1-2 വീഡിയോ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോകും. ഇതാണ് ഇന്നലെ ലാലേട്ടൻ വീട് കാണിക്കുന്നത്. പിന്നെ ഇവരെ കളിക്കനുസരിച്ചുണ്ടാവും. അത് ഇപ്പൊ ഞാൻ കളിച്ചപ്പോ ഇട്ടല്ലോ, അതേപോലെ ഞാൻ കൊട്ടും തിരിച്ചു കൊട്ടൊക്കെ കേൾക്കാം. ഓക്കെ, അപ്പോ ഇന്നലെ ലാലേട്ടൻ വീട് കാണിക്കുന്നു. 19 കണ്ടസ്റ്റന്റിനെയാണ് കാണിച്ചത് അല്ലെ, പക്ഷെ 20 കണ്ടസ്റ്റന്റ് ഉണ്ട്. 20 ആളുണ്ട് ബിഗ് ബോസ്. അത് ഇവര് രണ്ടാളും കൂടെ കൂട്ടിട്ടല്ലേ? അല്ല, അതിന് പറയില്ല. രേണു സുദീപ് സുധിച്ചേട്ടനല്ലോ അവിടെ. ഞാൻ വന്നുട്ടോ. മലയാളം ബിഗ് ബോസിൽ നിന്നല്ല, ലോകത്തുള്ള ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് അദൃശ്യനായിട്ടുള്ള ഒരു ശക്തി ബിഗ് ബോസിൽ കയറുള്ളത്. സുധിച്ചേട്ടാ ഞാൻ വന്നുട്ടോ പറഞ്ഞ് പോകുന്നുണ്ട്. പെട്ടി സുധിച്ചേട്ടനെ കൊണ്ടുപോയിട്ട് വിൽക്കണ കാര്യം ഞാൻ വിറ്റെന്നറിയോ, ലാലേട്ടന് എല്ലാ കാർഡും ഇപ്രാവശ്യം പൊളിക്കുന്നു. പെങ്ങളുട്ടിക്കാട്, വാഴക്കാട്, വിറ്റിങ്കാട്, കരച്ചിൽ കാർഡ്, എല്ലാ കാർഡും. സുധിച്ചേട്ടൻ കാർഡ് എന്ന് പറഞ്ഞ പുതിയ കാർഡുമായിട്ട് അല്ല പിന്നെ, അതായത് ആത്മാവ് കാർഡായിട്ടാണ് വന്നിട്ടുള്ള രേണു സുധി. പക്ഷെ അവര് സമ്മതിച്ചോട്ടെ, അവരിതുവരെ എത്തി. അതിന് വേണ്ടിട്ടാണ് ഒച്ചവിളി ഉണ്ടാക്കി വെച്ചാലും. അത് മാത്രല്ല, ഇന്നലെ ദ മോസ്റ്റ് അവൈറ്റഡ് എൻട്രി. ഇപ്പൊ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം ആക്ടറാണ്. അയാൾക്ക് പോലും ഹൈപ്പില്ല. അയാൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി ഹൈപ്പാക്കാൻ നോക്കിയത് ഊസിപ്പോയി. രേണു സുധിയുടെ എൻട്രിക്ക് ഇന്നലെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഭയങ്കര വെയിറ്റ് ചെയ്ത് പല ആൾക്കാർ എൻട്രി ഉണ്ടായിരുന്നു. എന്നിട്ട് താങ്ക് യു. ആളുകള് ഞങ്ങളെ 6-ാം തമ്പുരം 7-ാം തമ്പുരം ഞങ്ങളെ രംഗത്തേക്കായിരുന്നു എല്ലാ തമ്പുരാന്മാരും കൂടി. അതെന്താ, കേരളത്തിലെ മുഴുവൻ തമ്പുരാന്മാര് 4 മണിക്ക് 5 മണിക്ക് വാങ്ങി വെച്ചില്ലേ? അത് മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബിഗ് ബോസ് ആണ് എക്സ്പെക്ട് ചെയ്ത ഷോ അല്ല. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. വീട് അടിപൊളി വീടാണ്, സ്വന്തമായ വീട്. ബിഗ് ബോസിന് മലയാളത്തിലെ സ്വന്തമായ വീട്. അപ്പൊ അതിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പണിപ്പുരയാണ് ഞാൻ കണ്ടൊരു പ്രത്യേകത. ബാക്കിയൊക്കെ ഞങ്ങളെ സീസണിലുള്ള പോലെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറിങ്, കുറച്ച് ചെറുതാവുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ മൂപ്പര ലൈറ്റ് നിന്നാണ് തുടങ്ങിയത്. ആ ലൈറ്റ് എന്നും പൊട്ടുന്ന ലൈറ്റാണ്. ഞങ്ങളൊക്കെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴും നമ്മൾ കാണാതെ ചവിട്ടിട്ടൊക്കെ ആയിട്ട് ആ ലൈറ്റ് പൊട്ടിക്കുന്ന സാധനമാണ്, നടക്കുമ്പോൾ പൊട്ടുന്ന സാധനമാണ് ആ ലൈറ്റ്. ലൈറ്റിൽ നിന്ന് തുടങ്ങി പണിപ്പുര കണ്ടു. പണിപ്പുര ഈസ് എ ഗുഡ് കോൺസെപ്റ്റ്. അതായത് പലരും വിചാരിക്കും ഈ പണിപ്പുര കൊണ്ട് എന്താ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടസ്റ്റൻസ് വറിയായതും സൈക്കായതും മെന്റലി ഡൗൺ ആയതും ഡ്രസ്സ് കിട്ടാത്ത സമയത്താണ്. എസ്പെഷ്യലി അപ്സര, ജാസ്മിൻ, അർജുൻ. ഡ്രസ്സ് വരാതെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം ഡ്രസ്സാണ് നമ്മളെ പുറത്ത് ആൾക്കാരെ കോൺഫിഡൻസ് മാത്രമല്ല ഷോ ചെയ്യുന്നത് അല്ല, നമ്മുടെ വീട്ടുകാരെയും ബന്ധുക്കളായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഏക സാധനം അതിനകത്ത് നമ്മളുടെ ഡ്രസ്സാണ്. കാരണം അത് വരുമല്ലോ. ഡ്രസ്സ് വരുമ്പോ നമുക്കറിയാം നമ്മളെ വീട്ടുകാർ, ആ ഒരു വീട്ടുകാരെന്നുള്ള ഫീൽ ഡ്രസ്സിലൂടെ കിട്ടും. പക്ഷെ അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ അവര് കഴിഞ്ഞ കൊല്ലം തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വീട്ടുകാരെ നമ്മളോട് ഒരു താല്പര്യമില്ല എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം അത് എനിക്ക് തോന്നുന്നത് ജാസ്മിന്റെ പിടിച്ചു വെച്ചു, അപ്സരേന്റെ കൊടുത്തില്ല, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇപ്രാവശ്യം പണിപ്പുര എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അതിക്ക് എല്ലാ മേക്കപ്പും ഡ്രസ്സൊക്കെ മാറ്റി. അതിന്റെ ഇടയിൽ കഴിഞ്ഞല്ലോ. അപ്പൊ അതല്ല, ഒരു ക്യാപ്റ്റന് മാത്രം ഒരു റൂം, അത് കഴിഞ്ഞല്ലോ പവർ റൂം. അത് എല്ലാവർക്കും ഉണ്ട് പവർ റൂം. അത് ആ കോൺസെപ്റ്റ് ഇവര് മാത്രം കയറാൻ പാടുള്ളൂ. പിന്നെ ആകെ പൊളിച്ചടക്കി എല്ലാരും കയറുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇല്ലാതാക്കി. ഇതിനിപ്പോ അതേപോലെ പണിപ്പുര അങ്ങനത്തെ അല്ലല്ല, പണിപ്പുര കഞ്ഞിപ്പുര എന്നൊക്കെ പറഞ്ഞാക്കി മാറ്റിയോണ്ട് പണിപ്പുര നല്ലതാണ്. കാരണം എന്താ അറിയോ, പണിപ്പുരയിൽ ഇപ്പൊ തന്നെ പണി തുടങ്ങിയതുണ്ടോ. ആ ടാസ്ക് ആദ്യം റിനീഷ വന്ന് വെച്ചിട്ട് കയ്യില് മറ്റേ ജയിച്ചവർക്ക് 3 സ്റ്റാർ കൊടുത്തു. ആ സ്റ്റാർ ഉള്ളവർക്ക് മാത്രം പെട്ടി കിട്ടി. അവർക്ക് മാത്രമേ ഡ്രസ്സും മേക്കപ്പ് ഇട്ട് നടക്കാൻ പറ്റുള്ളൂ അതിനകത്ത്. ബാക്കിയുള്ളവർക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഒരാളുടെ കോൺഫിഡൻസ് പോകും. അത്രയും ക്യാമറയുടെ മുന്നിൽ പ്രസന്റബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഡ്രസ്സ് കിട്ടുന്നില്ല. അപ്പൊ ടാസ്ക് വന്നുള്ള ചാൻസ് ആണ്. കാരണം കുറച്ച് ആൾക്കാർ ഭംഗി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു അസൂയൊക്കെ തോന്നും അവരോട്. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. അപ്പൊ ആ സീനിന്റെ മുകളിൽ പണിപ്പുര ഈസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നൊക്കെ യൂഷ്വലി ഉള്ള പോലെ തന്നെ പിന്നെ നമ്മളെ ഇത് കിടക്കുന്ന റൂം, ലിവിംഗ് അല്ല ബെഡ്റൂം, എല്ലാരും കൂടി ഒപ്പാക്കിയത് നല്ലതായി. കാരണം ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ചിലപ്പോ ബെഡ് ഷെയർ ചെയ്യേണ്ടി വരും. കൂട്ടത്തല്ലിനും പരദൂഷണത്തിനും ഒക്കെ എന്തുണ്ട്, വകുപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ പരിപാടി കൊള്ളാം. ഇനി നമുക്ക് വീടിന്റെ പരിപാടി കഴിഞ്ഞു.
ലാലേട്ടൻ എന്ന് പറയാ, ലാലേട്ടൻ ഞാൻ പറയല്ലോ മൂപ്പരെ കൊണ്ട് നല്ല മാസം അടുപ്പിക്കുന്നുണ്ട് ഇവര്. അതാണ് ഏറ്റവും വലിയ പറയുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. അതെ, ഭയങ്കര മാസം അടുപ്പിക്കുന്നുണ്ട്. മാസം അടുപ്പിക്കേണ്ട കാര്യമല്ല. കാരണം എന്താ പറയാ, ഷോ മുന്നോട്ട് പോകുമ്പോ മൂപ്പര് ഈ മാസം കാണിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ ഏറെ പോവേ. അതെ, അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസം ലാലേട്ടനെ കൊണ്ട് കുറപ്പിച്ചാൽ നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഗുഡ്, കൊള്ളായിരുന്നു. ഇനി കണ്ടസ്റ്റന്റിലേക്ക് പോകുമ്പോ എനിക്ക് കോമണർ കണ്ടസ്റ്റന്റ് ബേസിക്കലി എന്താ പറയാ, കഴിഞ്ഞുള്ള രതീഷേട്ടനെ കേട്ട് കുറെ പേര് പക്ഷെ എനിക്ക് തോന്നുന്നത് എവിടെ അറിയാം, എവിടെ ഇയാള് കുറയ്ക്കുന്ന പട്ടി കടിക്കൂലെന്നുണ്ട്. ഈ അനീഷ് എന്ന് പറഞ്ഞ ചങ്ങാതി ഇല്ലേ, ഇയാളുടെ ബ്രദർ ക്രിക്കറ്ററാ. ആ ചെക്കനൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട്. ഇന്നലെ വീഡിയോ കണ്ടപ്പോ തോന്നുന്നു തൃശ്ശൂരുള്ള എബീഷ് എന്നാ പേര് അവന്റെ. പക്ഷെ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. അനീഷ് എനിക്ക് ബേസിക്കലി ചൊറിയനാണ്, പഠിച്ചു വന്നതാണ്. പിന്നെ ഗവൺമെന്റ് ജോലി ഒഴിവാക്കി ബിഗ് ബോസിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ എന്തിനാണ് അയാൾക്ക് ഗവൺമെന്റ് ജോലി, ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ഗവൺമെന്റ് ജോലി ആകുമ്പോ പിന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ബിഗ് ബോസിന് വേണ്ടിട്ട് വാട്ടെവർ ഇറ്റ് ഈസ്, കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യം റെലവെന്റ് ആണ്. കാരണം ആളുകൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഇത് കിട്ടിയിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടും കാര്യത്തിന് വേണ്ടിയിട്ടും അയാള് കിട്ടൂല്ലെന്ന് പോലും ഉറപ്പില്ല. അത് ബാക്കി കിട്ടിയില്ലെങ്കിൽ 5 വർഷം എന്തായി, വേസ്റ്റ് ആയില്ലേ. അപ്പൊ അതൊന്നും എനിക്ക് അത്രത്തോളം, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്നുള്ള കാര്യത്തിനോടൊന്നും എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. പിന്നെന്താ പറയാ, അത് മാത്രം പഠിച്ചു വെച്ച് അങ്ങനെ വരാൻ വേണ്ടിട്ട് അതൊരു സ്പെസിഫിക് സാധനമാണല്ലോ. ഒരു കുലപുരുഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രോ ഫേസ് ഉണ്ടല്ലോ, മാസ്കുലിനിറ്റി. എത്ര പ്രോഗ്രസീവ് ആണെന്നാലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് ഒരു കുലപുരുഷൻ സെറ്റപ്പ് ഉണ്ട്. കുലപുരുഷൻ സെറ്റപ്പ് എന്നല്ല, ഈ കുലപുരുഷനാണെങ്കിലും കുലപുരുഷൻ മീൻസ് പെണ്ണുങ്ങളോട് പ്രശ്നം ഉണ്ട് എന്നല്ല. ഇത് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞ സാധനം, ഒരു ടോക്സിക് സാധനം. അയാള് പറഞ്ഞ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി, കാരണം അയാൾ ഡൈവേഴ്സിലൂടെ പോയ ആളാണ്. അപ്പൊ ആണുങ്ങളുടെ ഇനി പറയാൻ പറ്റില്ലടേ, ആ മറ്റേ വട്ടിയൂർക്കാ വജിത്തെങ്ങാണ്ട് പറഞ്ഞു വിട്ടാണോ ഇനി ഇയാൾക്ക് വോട്ട് ചോദിക്കണം നേരം എന്നിട്ട് ആ ചങ്ങായി വരുമോ എന്നുള്ളതും പറയാൻ അറിയില്ല. അയാളെ സംസാര രസം ഇങ്ങോട്ട് വരൂ, കുറച്ചൊരു ഒരു ആൾക്കാർക്ക് എനിക്ക് അറിയില്ല, എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. പക്ഷെ എങ്ങനെയോ 1-2 ആഴ്ചക്ക് നിക്കാനുള്ളല്ലേ പരിപാടി ഉണ്ട്. പക്ഷെ എനിക്ക് രതീഷ് വന്നപ്പോഴുള്ള കണ്ടന്റ് പോലെ ഒന്നും ഇല്ല കേട്ടോ, അത്രയ്ക്കുള്ള സാധനം. ആദ്യത്തെ ആഴ്ച രതീഷേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു. രതീഷ് പോയപ്പോ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ജിൻഡോന്റെ നാടകം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആ കണ്ടസ്റ്റന്റ് അങ്ങനെ അയാൾ ഓക്കെയാണ്. ഫസ്റ്റ് വീക്ക് സ്കോർ ചെയ്യാൻ മാത്രം, അത് സ്പാർക്ക് ഇട്ട് സ്കോർ ചെയ്യാൻ മാത്രം അനീഷ് ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു കോണ്ടസ്റ്റന്റ് അതിനകത്തുള്ളത് ഇവരാണ്, കലാഭവൻ സരിക. പറഞ്ഞതൊക്കെ കുറിക്കുള്ളുണ്ട്, പക്ഷെ സംസാരിക്കാറിയാം, അവര് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരെ ഞാൻ പ്രത്യേകത അവര് പുറത്തും അങ്ങനെ തന്നെ അവര് ഏറെക്കുറെ അങ്ങനെയാണ്, അവരെല്ലായിടത്തും വരും. പിന്നെ അവർ അച്ചടി ഭാഷ എന്നും പറഞ്ഞു ഇതാക്കുന്നത് അവരെങ്ങനെയാ അതേപോലെ സംസാരിക്കുന്നത്. പിന്നെ ഒരു ബെൽറ്റ് ഇതിനകത്തുണ്ട്, നിങ്ങൾ ആരെയും അക്ബർ, സരിക, മുൻഷി, പിന്നെ മറ്റേ ഷാനവാസ്, പിന്നെ അനുമോൾ. എനിക്ക് ചിലരറിയാം ചിലരറിയില്ല, അനുമോളും കൂടി ഉണ്ട്. പക്ഷെ ആ ബെൽറ്റ് അവിടെ ഉണ്ട്, അവര് ഓൾറെഡി നോൺ രൂപപ്പെട്ട് വരുന്ന പറഞ്ഞാൽ അവര് പുറത്തുനിന്ന് എനിക്ക് തോന്നുന്ന അവർക്ക് അറിയാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്കീം അതിനകത്ത് എനിക്കൊരു ചെറുതായിട്ടുള്ളൊരു ഫോർമേഷൻ തോന്നി. സരിക ഡെഫിനറ്റ്ലി ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അക്ബറും ആര്യനും അവരും പൊട്ടൻഷ്യൽ ഉള്ള രണ്ടുപേരാട്ടോ. അവരും ഇന്നലെ അക്ബർ സംസാരം മാത്രം, അക്ബർ കളിച്ചു തുടങ്ങി. സംസാരിക്കാൻ അറിയാം. നമ്മൾ ആ ഒരു സിംഗേഴ്സിന്റെ പ്രോഗ്രാം കണ്ട സമയത്ത് നമുക്ക് അറിയായിരുന്നു അയാൾ അത് അടിപൊളിയായിട്ട്. അക്ബർ കൊള്ളാം. ആര്യൻ എനിക്ക് ഏത് തോണിയിൽ കാലിടുന്ന അറിയില്ല, ലവ് ട്രാക്ക് തോണിയിൽ കാലിടുവോ, സിറ്റുവേഷൻഷിപ്പിൽ പോവോ, അനുമോളുടെയും ആര്യന്റെ ഒരു കോംബോ എന്താണെങ്കിലും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കും. രണ്ടും ഇന്ന് സംസാരിച്ച, അല്ലെങ്കിൽ ഗിസേല് പിന്നെ അതിനാളല്ലോ വന്നേ, ഗിസേലിന് അർമോൾ അങ്ങനെ ഒരു ആർമി വരും ചിലപ്പോ, അല്ലെങ്കിൽ ഗിസേലും ആര്യനും കൂടി ഒരു സാധനം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, ആര്യനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ഇതിന് പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. RJ ബിൻസി ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇനി ഒനിയിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അങ്ങനെ കണ്ട് ഓപ്പൺ അപ്പ് ആയി തുടങ്ങിയിട്ടില്ല. പിന്നെ ബിന്നി ഉണ്ട്, ബിന്നിയും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്, ബിന്നി അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. നമുക്കൊന്നും പറയാൻ വയ്യ ആരൊക്കെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതെ, അഭി പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം മുതലേ. അഭി രേണുവിനിട്ടുള്ള കൊട്ടാണ്. അഭി ആദ്യം മുതലേ ഇങ്ങനെ പിടിച്ചു. പക്ഷെ മോനെ, അനീഷിനേക്കാൾ ഞാൻ ഒരു പടി മുന്നിൽ ആദ്യത്തെ ആഴ്ച റന ഫാത്തിമേനെ പറയും. ആ കുട്ടിയായിട്ട് എല്ലാരും മറ്റേ എന്താ കുഞ്ഞിപ്പുഴു എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാലും കോഴിക്കോട്ടുകാരിയാണ്,
അതിലുപരി 19 വയസ്സ് ആ ജെൻസിന്റെ എല്ലാ വൈബും അതിലുണ്ട്. നന്നായിട്ട് സംസാരിക്കണുണ്ട്. ഇന്നലെ കേറിയപ്പോ നോറ അതിലെ ചോദിക്കണ്ടായിരുന്നു, എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് പേഴ്സണലി. അപ്പൊ ഇവള് പറഞ്ഞിട്ട് എനിക്ക് 19 വയസ്സല്ലേ ഉള്ളൂ ചേച്ചി, ഞാൻ എങ്ങനെ ബിഗ് ബോസിൽ സെലക്ട് ആവുമെന്ന് ചോദിച്ചത്. ആ ഒരു സംഭവം കോൺവെർസേഷൻ തന്നെ. അപ്പൊ 19 വയസ്സല്ലേ ഉള്ളൂ, എങ്ങനെ എന്നെ കിട്ടുന്നത് അറിയില്ല എന്നുള്ള രീതിയിൽ ഇത് റെന സംസാരിച്ചിട്ടുണ്ട് അവരായിട്ട്. കൊള്ളാം. റെന ഫാത്തിമേന്റെ ഒരു പൊട്ടൻഷ്യൽ. മുൻഷി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 2-3 കൊല്ലമായിട്ട് 100 ഡ്രസ്സും പാക്ക് ചെയ്ത് ബിഗ് ബോസിന് വേണ്ടിയിരിക്കുകയാണ്. അറിയോ, ആള് ഇതൊന്നും പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും. മുൻഷി പൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ഗിസേലിനെ ഞാൻ പറയുമ്പോ ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണോന്ന് എനിക്കറിയില്ല. ഹിന്ദിന്ന് ഒരാളെ മലയാളത്തേക്കും, ഈ മലയാളത്തിൽ നിന്ന് എങ്ങാണ്ട് റിയാസിനെ ഹിന്ദിക്കും കൊണ്ടുപോകുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയില്ല. കാരണം ഒരാൾക്കൊരു ചാൻസ് പോയാ ചെയ്ത്. കാരണം ബിഗ് ബോസിൽ ഓൾറെഡി പങ്കെടുത്ത ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള ഒരാളുടെ ചാൻസ് ആണ്. അല്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും അവര്, പറയാൻ പറ്റില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഗിസേലിന്റെ കാര്യത്തിൽ. ഗിസേൽ സ്റ്റിൽ ഹിന്ദി വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചൊരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആള് നല്ല രീതിയിൽ വീട് തലകീഴായി മറയ്ക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ഗോസിപ്പ് മുതലാണ് ഈ ഗിസേല്. പക്ഷെ മലയാളം ഇവരിപ്പോ സൈലന്റ് ആണ്. മലയാളം വിഷയമാണ്. കാരണം അവിടെ തന്നെ അനീഷ് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവണുണ്ടാവില്ല പറയണം. അല്ല, അനീഷ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ആര്യനോട് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല, അതിന് പിന്നെ ഇങ്ങോട്ട് വരണോ ഈ സാധനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഗിസൈലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ സാരിക എന്തോ 36 ഞാൻ പറഞ്ഞാലോ. ഇന്നലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, അവർ ഇപ്പോ എനിക്ക് വരെ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങളൊക്കെ വെച്ചല്ലോ, എന്ത് പൊട്ടിത്തെറിക്കും ബോംബ് പൊട്ടുന്നൊക്കെ. ശാരികേനെ നിങ്ങൾ അങ്ങനെ, കാരണം ശാരിക അങ്ങനെയല്ല. പേഴ്സണലി നമുക്കറിയുന്ന ശാരിക തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ലൈവില് കാണുന്നത്. അവരെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അവർ ഓൾമോസ്റ്റ് എല്ലാം പറയുന്നുണ്ട്, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവര്. ഷാനവാസ് പിന്നെ വേണോ വേണ്ടെന്നുള്ള രീതിക്കാണ് സംസാരം ഒരു സുഖല്ലേ, പെട്ടെന്ന് സംസാരം മാത്രമല്ല, ഷാനവാസ് ടാസ്കിന്റെ ഇടയിലാണെങ്കിൽ കൈ നൂരി കൊടുക്കുന്നുണ്ടായി. ഷാനവാസ് എന്താ വെച്ചാൽ ഏട്ടൻ മുൻഷി അച്ഛൻ ക്യാരക്ടർക്ക് കയറുന്ന വിചാരിച്ചോടത്ത് ചിലപ്പോ ഷാനവാസ് കയറാനുള്ള ചാൻസ് ഞാൻ കാണും. എല്ലാവരും കുട്ടികളൊക്കെ പോലെ കൊണ്ടുവരാനൊക്കെ കാണാറുണ്ട്. ഇക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കാണ് ലാസ്റ്റ് നല്ല പണി കുട്ടികളെ തന്നെ കൊടുക്കുക. ഷാനവാസ് അങ്ങനെ പോകുന്നു തോന്നുന്നു. നവീൻ പിന്നെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇവന്റെ ബോഡി ലാംഗ്വേജ്, വേ ഓഫ് സ്പീച്ച്, ഇതൊക്കെ കാരണം കുറെ പേർക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. പിന്നെ നവീൻ്റെതായിട്ടുള്ള കുറച്ച് വള്ളികളുണ്ട്, അതൊക്കെ പാടെ കൂടി എന്താവും എന്നുള്ള അറിയില്ല. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ രസമായിരിക്കും. നവീൻ ഭയങ്കര രസമായിരിക്കും തുടങ്ങി കഴിഞ്ഞാൽ. തുടങ്ങുമല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ആദില നോറ അവര് ഫസ്റ്റ് ഡേ മുതൽ നോറ ശരിക്കും തന്നെ ഇറങ്ങി പുറപ്പെട്ടു. ആദില കുറച്ചും കൂടി ഒന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ നോറ വീടിനോടൊന്ന് സെറ്റപ്പ് പിടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ? നോറ വിടുന്നില്ല. നോറ ആദ്യം കയറി അടിയാണ്. അതങ്ങനെ ഒരു സൈഡിലുണ്ട്. ശൈത്യ നോക്കി വെച്ചോ നിങ്ങള്, അല്ല എ ക്ലാസ് പോയിസൺ ആവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു മുതലായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനത്തെ ഒരു ഐറ്റമാണ് ശൈത്യ. അപ്പാനി ശരത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അല്ലല്ല പറയും, അതൊക്കെ അറിയണ്ട. നല്ല നാവുണ്ട്. പിന്നെന്താ അപ്പാനി ശരത്ത് ഒരു ആക്ടർ എന്നുള്ളതിന്റെ ഒരു ഡോമിനൻസ് ഉണ്ടല്ലോ അപ്പാനി ശരത്തിന്. അത് ബാക്കിയുള്ളവരുടെ മുകളിൽ തലയിൽ ഇട്ട് കൊടുക്കും ചെയ്യും. അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, അപ്പാനി ശരത്ത് സിനിമാ നടനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അപ്പാനി ശരത്ത് ഒരു നല്ല സ്ട്രീറ്റ് സ്മാർട്ട് കണ്ടസ്റ്റന്റാ. പണ്ട് നമ്മളെ റോബിന്റെ ഇയാളെ തിരുവനന്തപുരത്താണ് എന്ത് പോയില്ലേ അപ്പാനി ശരത്ത് ഇപ്പോഴേ പറയുന്നുണ്ട്, അവിടെ നീ അടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സാധനം ഉണ്ട്, അപ്പാനി ശരത്ത് ഇടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് അയാളെ ജാട പിടിച്ചിരിക്കുന്ന ഇല്ല, സാധനം എറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പാനി ശരത്ത്. അപ്പൊ ഇങ്ങനെയാണ് കണ്ടസ്റ്റൻസിന്റെ എനിക്ക് പേഴ്സണലി തോന്നിയതും ഇവർക്ക് തോന്നിയതൊക്കെ ആയിട്ടുള്ള നമ്മളെ കാര്യങ്ങള്. രേണുസുതി ഇപ്പൊ ഈ കുറച്ചേരം ലൈവ് കണ്ടതും കാര്യത്തൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. രേണുസുതി മറ്റേ ലൈനാ, ക്യാമറയിൽ നോക്കി സംസാരിക്കുക, കരയുക, ഒറ്റയ്ക്ക് ഇരിക്കുക, പുറകിരിക്കുക. ഇല്ല, എനിക്ക് തോന്നിയത് ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ സീസണിൽ ആരും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അല്ല, അങ്ങനെ വേറെ കാര്യമുണ്ടടി. ആ വീട് അങ്ങനെയാണ്, മനസ്സിലായോ? ഒറ്റപ്പെടണം എന്ന് ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് ഒറ്റപ്പെട്ട് പോയി ഇരിക്കാൻ പറ്റും. ക്യാമറ പ്രസൻസ് കിട്ടുന്ന സ്ഥലങ്ങൾ കൃത്യമായി ഇപ്പൊ ആ കണ്ണിന്റെ അവിടെ കയറി ചെല്ലുന്നത് ഏറ്റവും കൂടുതൽ AC കിട്ടുന്നത്. ശരിക്കും അവിടെ ഒറ്റപ്പെട്ട് പോയിരിക്കുന്നല്ല, പുറത്ത് വെയിലടിക്കുമ്പോൾ AC കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്ന സ്ഥലമാണ്. ബാത്റൂം ശരിക്കും എന്ത് കിട്ടും, ക്യാമറ സ്പേസ് കിട്ടും.
അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി രേണു സുധിക്ക് ഓൾറെഡി പുറത്തുനിന്ന് കിട്ടിക്കാണും. മനസ്സിലായോ? സംഗതി കിട്ടിക്കാണും. ഐഡിയ പറഞ്ഞു കൊടുത്ത ആൾക്കാർ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇത് വരുന്ന സമയത്ത് കാണില്ലേ എന്നൊക്കെ ചോദിച്ചു ക്യാമറ പറയാൻ ചാൻസ്. അല്ല ഇനി ഒരു ക്യാമറയ്ക്ക് പേരിടും. ചിലപ്പോ അല്ല ഒരു ക്യാമറയ്ക്ക് പേരിടും സുധി ക്യാമറ. പറയാൻ പറ്റുന്ന അതെ എല്ലാം പറയാൻ പറ്റുന്ന ഒരു സുധി ക്യാമറയാവും. എന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ അപ്പൊ സുധി ക്യാമറ ചിലപ്പോ ഭയങ്കര അപ്രീസിയേഷൻ കൊടുക്കണം. കാരണം ഇത്ര പെട്ടെന്ന് ഇവിടെ സത്യം പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് പാട്ട് പാടിയിരുന്നു ഒരു പാടുണ്ട്. ഞാൻ വീഡിയോ പറയുന്നു ഒരു പാടുണ്ട് കേട്ടോ. പാടാത്ത പ്രശ്നം ഞാൻ പാടി പുറത്ത് ഹിറ്റാക്കി എന്നൊക്കെ പറഞ്ഞ വെച്ച് ഇപ്പൊ കൊടുക്കും ഇനി ആൾക്കാർ എന്നുള്ളത്. അപ്പൊ നന്നായി പാടി. ആ പാട്ട് പാടി ഒരു റീല് ഞാൻ കണ്ടത് നന്നായിട്ട് പാടി. പിന്നെ ഡാൻസ് വന്നിട്ട് എന്താ അറിയോ ഈ രേണുവിന് മാത്രം ഇപ്പൊ സീൻ എന്ന് പറഞ്ഞാൽ രേണുവിന്റെ ഒരു പാസ്റ്റ് ഇനിയും എക്സ്പ്ലോർഡ് അല്ല. ഒരു പകുതി എക്സ്പ്ലോർ ആയിട്ടുള്ളൂ. ഒരു പകുതിയും കൂടി അവര് അവിടെ നിൽക്കുന്നതിനനുസരിച്ച് എന്ത് വരുള്ളൂ. മാത്രമല്ല ചുറ്റുപാടുകൾക്ക് അനുസരിച്ചുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരെ വിജയമാണ് അവരെ പൊട്ടിക്കുക എന്നുള്ളത്. അതെ. അപ്പൊ അങ്ങനെ രേണുവിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സുധി രേണു കോമ്പോ ഒരു സൈഡില് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കോശി. പിന്നെ ഇതില് വീട് കാണിച്ച സമയത്ത് ഇനി നിങ്ങൾക്ക് മാത്രം കുറച്ച് ഹാക്സ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, പോയി വന്ന കണ്ടസ്റ്റന്റ് എന്നുള്ളതായിരിക്കും നിങ്ങൾ അതായിരിക്കും എന്റെ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ വീട് കാണിച്ച് നമുക്ക് ലൈവില് ഡിഫേർഡ് ലൈവ് ആണല്ലോ കാണിക്കുന്നത്. തലേ ദിവസത്തെ എന്നല്ല മണിക്കൂറുകൾ മാറിയിട്ടുള്ള ലൈവാണ് നമുക്ക് കിട്ടുന്ന എഡിറ്റഡ് വേർഷൻസ് ആണ്. ഇതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടോപ്പിക്ക് ഇവർ ഫോക്കസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യും. അത് വിചാരിച്ചിട്ട് അപ്പുറത്തൊന്നും നടക്കണില്ല എന്നില്ല, അപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ ഈ ചില പ്ലാനിങ് പ്ലോട്ടിങ് പുറത്ത് കേൾക്കാത്തതും കാണാത്തതും ഈ ബാറ്ററി മാറ്റാൻ പോകും. ബാറ്ററി മാറ്റാൻ പോകുമ്പോൾ നമുക്കൊരു ഇത് ബെല്ലടിക്കും ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സപ്പോസ് നമ്മൾ ഗാർഡൻ ഏരിയയിലാണ് ഇരിക്കണമെന്ന് വിചാരിച്ചോളി, അവിടുന്ന് പോകുമ്പോൾ ബാറ്ററി ഊരും, അവിടുന്നേ ഊരും. എന്നിട്ട് സംസാരിച്ച് പോകണത് ഏതുവരെ പോകും, ബാറ്ററി റൂം വരെ പോകും. അപ്പോൾ ഒരു മിനിറ്റ് 1/2 മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഈ മൈക്കിൽ വരാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇവരുത് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഇത് പുറത്ത് കാണണമെന്നില്ല. ഓക്കെ, ഇതൊന്നും പുറത്ത് വരില്ല. കാരണം ബേസിക്കലി ഓഡിയോ ഇല്ല, പുറത്ത് വിടാൻ പറ്റില്ല, പുറത്ത് വരില്ല. അങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോകുന്ന ടീമില്ലേ, അവരൊക്കെയാണ് മെയിൻ പരിപാടി. ഞങ്ങളൊക്കെ മെയിൻ പരിപാടി ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ നനയെന്ന് പറഞ്ഞിട്ട് മൈക്ക് ഊരിക്കും. ആ സമയം മാക്സിമം പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞു തീർക്കും. അങ്ങനത്തെ പരിപാടികൾ ഇവര് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയാലോ ബാത്റൂമിൽ പറഞ്ഞു തീർത്തിട്ട് ലാസ്റ്റ് ക്യാമറ ഇതല്ല, ഇത് ബേസിക്കലി ഇതിൽ ഞാൻ പറയാലോ, ഇതിലൊരു ബിഗ് ബോസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പോയതായിട്ടുള്ള ആരും ഇല്ല എന്റെ അറിവിൽ. അല്ല ഇനി അങ്ങോട്ട് ആരും ഉണ്ടാവില്ല. കാരണം പഠിച്ച് പ്രീവിയസ് കണ്ടസ്റ്റൻസിനോട് ചോദിച്ചുള്ളൂ. ആദ്യം 1, 2, 3 എന്നൊക്കെ പറയുമ്പോ പലരും കാണാത്തവരൊക്കെ ഉണ്ടാവും. ഇപ്പൊ എല്ലാരും അരക്കി കളിച്ചു കുടിച്ച് ഇവരെന്തറിയോ ഒച്ചയും വെള്ളം ഉണ്ടാക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം എന്നാലേ സ്വീകാര്യത കിട്ടുള്ളൂ. ഒച്ചവിളി ഉണ്ടാക്കിയാൽ മാത്രമേ. അല്ല അതല്ല കേട്ടോ ബിഗ് ബോസ്. ഞാൻ ഓൾറെഡി പറയാം, ഇപ്പൊ ഇന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ഒച്ചയും വിളിയും അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറി സാധനം. ബിഗ് ബോസ് വീടിനകത്ത് പോകുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാം. നമ്മളെ ഇഷ്ടമാണ് നമ്മൾ ഏത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ആ അഡാപ്റ്റേഷനെ കൊണ്ട് എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എന്താ വെച്ചെങ്കിൽ, ഞാൻ പുറത്തിറങ്ങി ഇപ്പൊ നടക്കുന്നു, എനിക്ക് ആ പൊട്ടിത്തെറിയിൽ നടക്കണ്ട. മനസ്സിലായോ? ഞാൻ ഭയങ്കര കൂളാണ്. നേരെ മറിച്ച് അതല്ല, നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിന്റെ പ്രീവിയസ് ഇയേഴ്സിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് അവരെന്താണോ ബിഗ് ബോസിൽ കാണിച്ച ആ ഒരു സാധനം അവർക്കത് പുറത്ത് ക്യാരി ചെയ്യേണ്ട ഒരു ബാഗേജ് ആവും. ഇപ്പൊ എനിക്കിപ്പോ എന്താ, ഇന്നെ വാഴാന്ന് വിളിക്കും, പൊട്ടെന്ന് വിളിക്കും, എന്നെ എന്ത് വിളിക്കും. പക്ഷെ എന്താ, എൻഡ് ഓഫ് ദ ഡേ എനിക്ക് എന്റെ അങ്ങാടി കൂടി എന്റെ നാട്ടിൽ കൂടിയും ആരെ തോളത്തു കൂടിയും കൈയിട്ട് ട്രൗസർ ഇട്ടിട്ട് ഇനി അങ്ങനെ പോവാം. കാരണം നോർമലായിട്ട് നടക്കാം. എനിക്ക് മാസ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കാണിച്ചേ പറ്റൂ. ലൈഫ് സ്റ്റൈൽ ആ മാസ് എന്തായി ഒരു എക്സ്ട്രാ ബാഗേജ്. അവരുടെ റിയൽ ക്യാരക്ടർ നിന്ന് മാറിയിട്ട് ബിഗ് ബോസിലുള്ള ഒരു മാസ് അപ്പീൽ സാധനങ്ങൾ പറയണം പബ്ലിക്കിൽ. അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ശരിക്കും നമ്മളെ റിയൽ ക്യാരക്ടറിനെ ടാർണിഷ് ചെയ്യാം. ഞാനവിടെ എൻ്റെ റിയൽ ക്യാരക്ടർ തിരിച്ചു പിടിക്കാൻ പോയതുകൊണ്ട് ഞാൻ ഓക്കെ, എനിക്ക് വല്ല സീനൊന്നുമില്ല. അപ്പൊ ഇതേപോലെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവാം ഇവിടെ. ഞാൻ പറയുന്നത് അതാണ്, റിയൽ ക്യാരക്ടേഴ്സ് എടുത്ത് വരുന്നവരുണ്ടാവാം, ഫേക്ക്നെസ് അടിച്ച് പോകുന്നവരുണ്ടാവാം. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ, ഇറ്റ്സ് എ ഗെയിം. എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് പൈസ കിട്ടും, എല്ലാവർക്കും കിട്ടും. നിങ്ങൾ പരസ്പരം തമ്മിലടിക്കരുത്, അത്രേ പറയുള്ളൂ. ഇത് കാണുന്ന പ്രേക്ഷകർ ചിലപ്പോ ഒരു വീട്ടിനകത്ത് തന്നെ ചിലപ്പോ അമ്മയും മക്കളും അച്ഛനൊക്കെ കൂട്ടത്തല്ല ഒന്ന് ഓരോ ടീമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്. നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കരുത്, അത്രയ്ക്ക് പറയാനുള്ളൂ. ഗെയിമാണ്, അതങ്ങനെ പോകും. നാളെ അത് കഴിഞ്ഞാൽ ഇന്നലെ തല്ലുകൂടിയ ആൾക്കാർ ഇവരൊക്കെ ദേഷ്യം വരും. അത് ചിലരെയായിട്ട് മാത്രമേ, വിരലിലെണ്ണാവുന്നവരായിട്ട് മാത്രമേ നമുക്കൊരു ഇഷ്യൂ അതിനകത്തുനിന്നുണ്ടെങ്കിൽ അത് പുറത്തും ഉണ്ടാവുള്ളൂ. അല്ലാത്ത 90% സായനൊന്ന് തൊട്ട് കളിക്കടാ കാണാൻ അവസാനം ഇവരങ്ങോട്ട് കൂടെ തൊട്ട് കളിച്ചു നമ്മള് അങ്ങനെയാണ്. അതായത് നമ്മള് മൊത്തം
ലൈക്ക് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് എ പ്യുവർ ഗെയിം. ആ ഗെയിമിന്റെ സെൻസിൽ എടുത്താൽ മതി. നമ്മള് പല ആൾക്കാരെ ഇതിൽ കാണുമ്പോ ഇതിൽ ഭീകരനും ദേഷ്യവും ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരൊന്നും പുറത്തൊക്കെ നമ്മള് ഇപ്പൊ അതിന്റെ ഭയങ്കര എക്സാമ്പിൾ ആണ് ഗബ്രിയും ഒക്കെ. ഗബ്രീനൊക്കെ നമ്മൾ അന്ന് നല്ലോണം വിമർശിച്ചതാണ്. ഗബ്രിയൊക്കെ അടിപൊളിയാണ് ആൾക്കാർ. ജാസ്മിനും ഗബ്രി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ പുറത്തുനിന്ന് അത്രയും കൂളാണ്. അവരെ നോറ ഫുൾ കരച്ചിലിന്റെ ഒരാളായിട്ടാണ് നമ്മളൊക്കെ സംസാരിച്ചത്. നോറ ഭയങ്കര നമ്മള് ചിരിച്ച് എനർജറ്റിക് ആണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നന്ദനെ കുറിച്ച് പറയണം. നന്ദനെ കുറിച്ച് ഒന്നും പറയാം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്നിപ്പോ ടാസ്കും കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കൊടുത്തൊരു ടാസ്ക് ബിഗ് ബോസ് നിർത്തും ചെയ്തിട്ടുണ്ട്. എല്ലാരും കൂടി അടിപിടി പിടിവലിയൊക്കെ ആയിട്ട്. പെൺകുട്ടികൾ നന്നായിട്ട് കളിച്ചുവിട്ടാ. ആണുങ്ങളൊന്നും റിസർവ്ഡ് ആണെങ്കിലും അവര് ചാടി കയറി പിടിച്ച് നിന്ന് കളിക്കും എന്നുള്ള സംഗതി. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസിനോടാണ് പറയാനുള്ളത്. ഞാനൊരു പ്രൊമോ കണ്ടു, വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ചെറിയ ടാസ്കുകൾ കൊടുക്കില്ല എന്നുള്ളൊരു സംഗതി. ആക്ച്വലി അതാണ് റിസ്കി സാധനം. ടു ബി ഹോണസ്റ്റ്, ചെറിയ ടാസ്കുകളാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും പാട്. കൊടൂര ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ട് പോകും. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഭയങ്കര പാടാണ് അതിനകത്ത്. കാരണം ഓൾറെഡി മെന്റൽ സ്ട്രെസ്സിൽ ഇരിക്കുക. രണ്ടാമത് ഇങ്ങനത്തെ ചെറിയ അത് പുറത്തുള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമുക്കതൊരു ഭയങ്കര ബോറിംഗ് ആയി തോന്നുന്നത്. പാടാണ് ആ പരിപാടി. ചെറിയ ചെറിയ ടാസ്കുകൾ ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ഒരു ചെടിച്ചാട്ടി ചവിട്ടി പിടിക്കേണ്ട ഒരു ടാസ്ക്. എന്ത് പരിപാടിയെന്നത്! അത് ഭയങ്കര സംഗതി, ഭയങ്കര റിസ്ക് പരിപാടിയാ. അതായത് കാണുമ്പോ വിഷ്വലി ഭയങ്കര മാസാവില്ലെങ്കിലും നമുക്കത് ഫിസിക്കലി മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ് ആ സാധനങ്ങൾ. അപ്പൊ അങ്ങനത്തെ ടാസ്കുകൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും കൂടി പൊട്ടും അതിനകത്ത്. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം വീക്കെൻഡിൽ എത്ര എവിക്ഷൻ നടക്കും. ഈ വീക്കെൻഡ് ഇനി വേറെ ഏതെങ്കിലും ഉള്ളിൽ കയറുമോ? പല ഐറ്റങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കയറാൻ കിടക്കുന്നുണ്ട്. പല ഐറ്റംസും വരാനുണ്ട്. പിന്നെ സാധനങ്ങൾ കിട്ടാൻ കിച്ചണിലൊന്നും സാധനങ്ങളില്ല. ഒക്കെ പണിയെടുത്ത് കളിച്ചാൽ തന്നെ സാധനങ്ങൾ കിട്ടുള്ളൂ. എനിക്കൊന്നും പ്രാവശ്യം റേഷൻ അടക്കം അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ടാസ്ക് ജയിച്ച് അതങ്ങനെ തന്നെയാണ് പോയിന്റ്സ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും എക്സ്ട്രാ എലമെന്റ് എന്തെങ്കിലും അതിനകത്ത് കാണുമായിരിക്കും. സ്ട്രോങ് ആവുന്ന ലാലേട്ടൻ പറഞ്ഞത് ഇനി തോന്നുന്നില്ല. സത്യം പറയാലോ, എല്ലാരും കഴിഞ്ഞ വർഷം ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായില്ലേ ബിഗ് ബോസ് അല്ല അത് പറയാതിരിക്കില്ലല്ലോ. ഇപ്പൊ ഞാനൊരു കണ്ടസ്റ്റന്റ്, ഞാനാണെങ്കിലും പുറത്തിറങ്ങിയ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങൾ തന്നെ പറയും, നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും. ഇതിപ്പോ എന്താ തെറ്റ്? അല്ല അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സീസൺ തുടങ്ങാൻ നേരത്ത് നമ്മളെയൊക്കെ ട്രോളിയില്ലേ, അത് നമ്മളെ കുറ്റം പറഞ്ഞത്. ഇപ്പൊ നമ്മളത് കണ്ടസ്റ്റന്റ് ആണ്, നമ്മൾ കഴിഞ്ഞിറങ്ങി, അവര് നമ്മളെ ട്രോളി, അതൊരു കുറ്റം പോലെയാണ് നമ്മളെയും പറയുന്നത്. അപ്പൊ അത് തിരിച്ചും കിട്ടും. അതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനമാണ്. അല്ലാതെ അതിനകത്തൊന്നും പേഴ്സണൽ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ലാലേട്ടന്റെ മാമനോ അല്ലെങ്കിൽ മറ്റേ മച്ചാനൊന്നുമില്ലല്ലോ ആളുടെ വൈരാഗ്യ വാശി വെച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ട്രോൾ ഒരു സെൻസിലൊക്കെ അത് പോകും. ഓക്കെ, എന്തായാലും ലാലേട്ടൻ മാസാണെന്ന് പറഞ്ഞാൽ പിന്നെ മാസാവണം. മനസ്സിലായോ? മുണ്ടെടുത്ത് മാസാണ്. പിന്നെ അവിടെ ഒരു മാഷന്മാരോ ലാലേട്ടൻ ഒരുമാതിരി സായി കൃഷ്ണന്റെ അവസ്ഥയാക്കരുത്. സീക്രട്ട് ഏജന്റ് പോയിട്ട് ഉണ്ണിക്കണ്ണനാക്കരുത്. ഞാൻ മാത്രമേ പറയാനുള്ളൂ. മാസാണെങ്കിൽ പിന്നെ ലാലേട്ടൻ മീശ ഒരിച്ച് മാസമായിട്ട് നിൽക്കണം. വിജയ് സേതുപതിക്ക് ഉണ്ടാവും തോന്നുന്നുണ്ട് ഇപ്രാവശ്യം. തമിഴ് സെറ്റ് അതിന്റെ അപ്പുറത്തല്ലേ, ഈക്വലി തുടങ്ങുമല്ലോ. അപ്പൊ ഓണത്തിന് ലാലേട്ടൻ ലീവ് എടുക്കുമ്പോ ചിലപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഹോസ്റ്റ് ചെയ്യാൻ ചിലപ്പോ വിജയ് സേതുപതി ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇനി വേണമെങ്കിൽ വരാം. അതിന്റെ ഇടയിൽ റെനീഷ പോയിട്ടൊരു ടാസ്ക് കൊടുത്തിരുന്നു. റെനീഷന്റെ ഒരു ടാസ്കും പരിപാടികളും ഉണ്ടായിരുന്നു. അത് പിന്നെ അതിൽ ഓൾറെഡി പറഞ്ഞതാണ്. എനിക്ക് ചില സമയത്ത് തോന്നുന്നു കൊഞ്ചം ഓവറാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും റെനീഷനോട്. അതായിരിക്കാം സംഗതി. അപ്പൊ ഓക്കെ ഗൈസ്, ഇനിയിപ്പോ ലൈവിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ സമ്മർ മീഡിയ, രേവതി, അൻസിഫ്, അവര് നിങ്ങൾ അവിടെ കണ്ടാൽ മതി ലൈവ് അപ്ഡേറ്റ് നമ്മളില്ല. നമ്മള് രാത്രിയത്തെ എപ്പിസോഡ് വേണമാ ഇതൊക്കെ നിങ്ങൾക്ക് വേണമാ, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേണമാ. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് രാത്രിത്തെ എപ്പിസോഡ് കണ്ടിട്ട് കിടക്കാണ് ദിവസങ്ങൾ